ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല ഇന്നത്തെ വിഷയം എന്താണെന്നുള്ളത്. അതായത് ചീരയുടെ ഇലപ്പുള്ളി രോഗവും അതിന്റെ പ്രതിരോധ മാർഗങ്ങളുമാണ്. സാധാരണ നമ്മൾ അതായത് ചീര നടുന്ന സമയത്ത് തന്നെ അതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്നുള്ള രീതിയിലൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ചീര നട്ടതിന് ശേഷമാണ്, അതായത് ക്ലൈമറ്റിന്റെ ചേഞ്ച് അനുസരിച്ചാണ്. അതായത് ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗം വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചീര നടുമ്പോൾ കൂടുതൽ തണുപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് തണുപ്പ് കുറഞ്ഞാൽ തന്നെ ചീര പെട്ടെന്ന് പൂക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചാണക സ്ലറി എടുത്തിട്ട്, ഇപ്പം 10 ലിറ്റർ ചാണക വെള്ളമാണെങ്കിൽ അതൊരു 10 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഡയലൂട്ട് ആക്കിയിട്ട് നമ്മൾ ചുവട്ടിലൊഴിച്ച് കൊടുക്കുക. അങ്ങനെ കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും. അടുത്തത് നമുക്ക് കഞ്ഞിവെള്ളം എടുത്ത് താഴെയും മുകളിലും ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചുവട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു പ്രതിരോധ ശേഷി കിട്ടുന്നതാണ്. ചീരയ്ക്ക് തണുപ്പും കിട്ടും. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഈ ചെയ്ത് ഇരിക്കുന്ന ചീരയ്ക്കെന്ന് പറഞ്ഞാൽ, അതായത് പുകയില 100 ഗ്രാം പുകയില 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 900 ml ആകുന്നവരെ ആക്കി, അതിന് ശേഷം അതിനകത്തുനിന്ന് ഒരു 5 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്തിട്ട് കംപ്ലീറ്റ് ഇപ്പോൾ ഇലപ്പുള്ളി രോഗം നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. കണ്ട, ഇതെല്ലാം ഇത് ഇരിക്കുക നല്ല രീതിയിലുള്ള ഇലയാണ് എല്ലാത്തിനും. ആദ്യം നമ്മൾ കണ്ട രോഗം പിടിച്ച ചീര എന്ന് പറഞ്ഞാൽ അത് അരുണാണ് ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷിയും ഏത് സമയത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ചീരയാണ് അരുൺ. ഇപ്പൊ ഞാൻ രണ്ടാമത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈഗ എന്ന് പറഞ്ഞാൽ നല്ല റെഡ് ചീരയാണ്. നല്ല പോഷക സമൃദ്ധമായ, കൂടുതൽ പോഷകങ്ങളുള്ള നല്ല അടിപൊളി സംഭവമാണിത്. പക്ഷെ ഇതിന് ഇടക്ക് രോഗം പിടിപെടും. അതാണ് ഇതിന്റെ ഒരു ദോഷം. ഇതിപ്പോ ഞാൻ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ പ്രിസിഷൻ ഫാമിംഗ് ആണ്. അതായത് മൾച്ചിങ് ഷീറ്റിൽ ഫസ്റ്റ് വളയിട്ട് ചെയ്ത കൃഷിയാണ്. അപ്പൊ ഇത് ഞാനൊരു 2 പ്രാവശ്യമൊക്കെ ഇതിനകത്തുനിന്ന് ചീരകൃഷി തന്നെ എടുക്കും. ആദ്യം ഒരു 40 ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് ഫസ്റ്റ് വിളവ് കിട്ടും. പിന്നെ ഒരു ക്രോപ്പ് കൂടി ഇതിനകത്ത് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു 2 കൃഷി നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അഡീഷണൽ ആയിട്ട് വളം കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ ഈ അരുൺ ചീരയും വൈഗ ചീര എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് വലുതാകത്തില്ല. അതായത് ഒരു 40 സെന്റിമീറ്റർ ഹൈറ്റ് വരെയൊക്കെ ഇത് വരത്തുള്ളൂ. പക്ഷെ ഇല നല്ല കട്ടിയുള്ള ഇലയായിരിക്കും. നല്ല കളറായിരിക്കും. നല്ല പോഷക സമൃദ്ധമായ ഒരു ചീര തന്നെയാണ് ഈ വൈഗ. അതുപോലെ തന്നെ സിഡോമോൺസ് ഇടക്ക് തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി കിട്ടും. അതായത് ഒരു പരിധിവരെ രോഗം വരാതെ ഇവൻ അങ്ങനെ പ്രതിരോധിച്ചങ്ങ് നിൽക്കും. അതുപോലെ തന്നെ പശുവിന്റെ മൂത്രം 3 ഇരട്ടി വെള്ളവും ചേർത്ത് ഇലയിൽ തളിക്കുകയും ചെയ്യാം, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അതായത് നൈട്രജൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് നല്ല വലിപ്പമുള്ള ഇലയും കിട്ടും. ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ പുള്ളി രോഗങ്ങളൊന്നും വരില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.